ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു പുതിയ വ്ളോഗായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ രണ്ട് പുതിയ ഗസ്റ്റിനെ പരിചയപ്പെടുത്തി തരാം. അതേ ഒരാൾ ഇത് രണ്ടുപേര് എൻ്റെ ചേച്ചിയുടെ മക്കളാണ്. മോനാണ് മൂത്ത ആൾ, അവൻ്റെ പേര് അയാൻ കൃഷ്ണ എന്നാണ്. നമ്മൾ കാശി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇത് രണ്ടാമത്തെ ആളാണ്, ഇവളെ ആഷ്മി വിവേക് എന്ന അവളുടെ പേര്. അവളെ കാത്തു എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആഷ്മിയുടെ വ്ളോഗാണ്. കാരണം ആഷ്മിക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 6 months ആയി. ചോറ് കൊടുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഗുരുവായൂർ പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കാണാം. ഒരു ഗുരുവായൂർ ചോറൂണ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വ്ളോഗിലിട്ട് പോയാലോ. അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഞങ്ങളെല്ലാം റെഡിയായി. ഇനി കാത്തൂന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആക്കണം. ബാക്കി എല്ലാവരും റെഡിയായി, വണ്ടി വരാൻ വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുരുവായൂരിലോട്ട് പോവാം. അപ്പോൾ ഇനി ഞങ്ങൾ ഗുരുവായൂർ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അവിടെ കാണിച്ചു തരാം. പറ. അങ്ങനെ ചോറൂണ് ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും തിരക്ക് പിടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. കാരണം 9 മണിക്കുള്ള സ്ലോട്ടാണ് ഞങ്ങൾക്ക് ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് അമ്പലത്തിലും എത്തണം. അതുപോലെ അമ്പലത്തിനുള്ളിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചോറൂണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ചോറൂണിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. ഞങ്ങൾ കാത്തുനെയും കൊണ്ട് പൂളിൽ പോവാണ്. പൂളിൽ കളിക്കാൻ കൊണ്ടുപോവാണ് അല്ലേ കാത്തു? കാശ് ഓൾറെഡി പോയിട്ടുണ്ട് പൂളിൽ.
അങ്ങനെ ഞങ്ങളുടെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പൂളിലൊക്കെ പോയി അടിച്ച് പൊളിച്ചു. ഇതേ ചോറ് കൊണ്ടിട്ട് ഒരാൾ ഇത് ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ പൂളിലൊക്കെ പോയി അടിച്ച് പൊളിച്ചു. അതിനുശേഷം ഞങ്ങളിത് തിരിച്ചെത്തി ഫ്രഷായി. ഇനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാം ഹോട്ടലിൽ നിന്ന്. ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇനി ഷോപ്പിങ്ങിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഭംഗിയായിട്ട് കണ്ടു. ഭഗവാനെ നന്നായിട്ട് തന്നെ കണ്ട് തൊഴാനൊക്കെ പറ്റി. ഒരുപാട് സന്തോഷം. ഒരുപാട് വർഷങ്ങളായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. മുമ്പ് കൊച്ചിയിൽ എപ്പോഴോ വന്നിട്ടുണ്ട്, അതിനുശേഷം വരാനേ പറ്റിയിട്ടില്ല. ഇപ്പം എന്താ കണ്ണ് നിറയെ കണ്ട് നന്നായിട്ട് തൊഴുതു, പ്രാർത്ഥിച്ചു ഇറങ്ങി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഭഗവാനെ കണ്ടതിൽ. എല്ലാ കാര്യങ്ങളും വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ഗൈസ്.